ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പേയൊക്കെ ഒരു വീഡിയോസിൽ പറയുമായിരുന്നല്ലോ, ഒരു പിങ്കി പപ്പി അതിന് ആർക്കെങ്കിലും വേണോ, പിന്നെ ആർക്കെങ്കിലും അഡോപ്ഷൻ വേണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറേയൊക്കെ വീഡിയോസ് ഇടുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ആളിനെ കാണാനില്ലാത്ത കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 ദിവസം ആയി പട്ടിപിടുത്തക്കാർ വന്നു. അന്നത്തെ ദിവസം ഞാൻ പെട്ടെന്ന് ഓടി വന്ന് താഴെ നോക്കി പപ്പിയെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ച് റൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട്. പക്ഷേ ആളിനെ എങ്ങും കാണാനില്ല. ഞാൻ വിചാരിച്ചു, ദൈവമേ, എവിടെയെങ്കിലും സേഫായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ സേഫായിട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പിള്ളേരുടെ കൂടെ എവിടെയെങ്കിലും കളിക്കാനൊക്കെ പോയി എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും കൂടെ കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മനസ്സമാധാനത്തിന് ഇരിക്കുകയായിരുന്നു. പക്ഷേ ആളിനെ കാണാനില്ല. അപ്പോൾ ഇവിടെ ഒരു അങ്ങും കൂടും ഇങ്ങും കൂടും നടുക്ക് കൊണ്ട് കൊള്ളിയും വയ്ക്കുമെന്ന് പറഞ്ഞ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷക്കാരൊന്നുമല്ല, ഒരു അന്യഭാഷക്കാരുണ്ട്. അവർക്ക് 2 പിള്ളേരുണ്ട്. അതെടുത്ത് വെച്ചിട്ട് ഈ പട്ടിക്കുഞ്ഞിനെ താലോലിക്കുകയും പിന്നെ ഭയങ്കര ഇതൊക്കെയായിരുന്നു. ഞാനതിന് ഇത്തിരി ഭക്ഷണം കൊടുക്കണതാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് പറ്റാത്തത്. ഇവരെന്ന് പറഞ്ഞാൽ VIP ആയതുകൊണ്ട് ആൾക്കാർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങ് വെളിയിൽ പറയാത്ത ഈ പട്ടിക്കുഞ്ഞ് കുഞ്ഞായിരുന്നപ്പോൾ നല്ല കാര്യം തന്നെ അവർ ചെയ്യുന്നത്. അവർ രാത്രിയാകുമ്പോഴത്തേക്ക് അതിനെ വേറെ പട്ടികളൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബാൽക്കണിയിൽ എടുത്ത് വയ്ക്കുമായിരുന്നു. അങ്ങനെ ബാൽക്കണിയിലൊക്കെ എടുത്ത് വഹിച്ചും കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസമായപ്പം ആ സ്ത്രീ നാട്ടിൽ പോയപ്പോൾ ആൾ ഞായറാഴ്ച ദിവസം പട്ടിക്കുഞ്ഞിനെ എടുത്ത് അകത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി. അന്ന് ഇവർക്ക് രാവിലെ ഒന്നും പോകണ്ട, അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. രാവിലെ അത് ബാൽക്കണി മൊത്തം അപ്പിയിട്ട് നാട്ടി കൊടുത്തു. അതിനുശേഷം പിന്നെ അങ്ങേരെ അടുത്ത് വയ്ക്കില്ല. അപ്പം പിന്നെ ഈ പപ്പി നേരെ മുകളിൽ വരും. രാത്രിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മുകളിൽ വന്ന് അവിടെ വന്ന് എൻ്റെ റൂമിൻ്റെ അടുത്ത് അവിടെ ഒരു സൈഡിൽ കിടക്കും. അങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പം എന്ത് ചെയ്യുമെന്നാൽ ഞാനതിന് ഭക്ഷണമൊക്കെ കൊടുക്കണോണ്ട് അതിന് എൻ്റെ അടുത്ത് ഇഷ്ടം. എന്നെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അതിനറിയാം കേട്ടോ. ആലോചിച്ച് നോക്കണേ, പട്ടികൾക്കും അറിയാം അതിന് ഭക്ഷണം കൊടുക്കുന്നവരെ, അതിനെ സ്നേഹിക്കുന്നവരെ അതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അത് നേരെ എൻ്റെ അടുത്തുനിന്ന് അവിടെ റൂമിനടുത്ത് കിടന്നിട്ട് പിന്നെ അതിന് വെളുപ്പാങ്കാലം എപ്പോഴും അപ്പിയിടാൻ പോകാൻ തോന്നുമ്പോൾ അത് നേരെ അതിൻ്റെ 2 ശത്രുക്കളുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് അവിടെ പോയി അപ്പിയിട്ട് എല്ലാ കാര്യങ്ങളും മുള്ളിയൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുക. അപ്പോൾ അങ്ങനെ അവളുമാർക്ക് എൻ്റെ അടുത്ത് ശത്രുതയായി. ഒരു ദിവസം തന്നെ കാര്യമായിട്ട് ചെയ്ത് ഞാനെല്ലാം വാരി ദൂരെ കൊണ്ട് കളഞ്ഞ് അവിടെ എല്ലാം തുടച്ചും കഴുകിയൊക്കെ വൃത്തിയാക്കി. പ്രശ്നങ്ങളുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ പ്രശ്നങ്ങളുണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിരുന്ന അവളുകൾ ചെയ്യത്തില്ല. ആ നാറ്റത്തിൻ്റെ പുറത്തുകൂടെ ചവിട്ടി നടക്കുന്നതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഞാനതിനെല്ലാം ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പം അന്നാണോ പിറ്റേന്നാണോ അവളും അവളെ കെട്ടിയവനും കൂടെ അവൾ പറഞ്ഞു എൻ്റെ വീടിനകത്ത് എടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു, പട്ടി എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. തൊട്ടടുത്തുള്ള അവളെ കൂട്ടുകാരിയുണ്ട്. അവളും ഇവിടെ പട്ടിക്കൊക്കെ അവൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്നതെന്നല്ല, അവൾക്ക് വീട്ടിനകത്തുനിന്ന് ബാക്കി വരുന്ന ഭക്ഷണം എങ്ങനെയെങ്കിലും ഒഴിവാക്കാമല്ലോ. ഇവിടെ ഉണ്ട് വലിയ പെരിച്ചാഴിയും ഒക്കെ കഴിക്കും, കാക്ക കഴിക്കും. പട്ടിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അവളൊക്കെ കൊണ്ട് തട്ടണമെന്നും ഉപദ്രവകരമൊന്നുമല്ല. ഞാൻ കൊണ്ടുവരുന്നത് അതപ്പോഴേ തന്നെ കഴിച്ച്, എന്ന് വെച്ചാൽ മലിനീകരണം ഇല്ലാതെ അപ്പോഴേ തന്നെ അതങ്ങ് പട്ടിയും കഴിക്കും. അങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അതിനടുത്തുള്ള സ്നേഹം ഇതിനൊക്കെ ഡോഗീസിന് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവൾ വീട്ടിനകത്ത് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവളെ ഭർത്താവ് ഇങ്ങോട്ട് വരികയാണ്. നാട്ടിൻപുറത്തിൻ്റെ ഭാഷയും പറഞ്ഞ് തള്ളിക്കൊണ്ട് വരികയാണ്. എൻ്റെ റൂമിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. വന്നിട്ട് ചോദിച്ചു, സാറുണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ ആരുമില്ല. എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കണത് ഞാൻ അത് വെള്ളം എടുത്ത് ഒഴിച്ച് അവിടെയൊക്കെ കഴുകുകയാണെന്ന് തോന്നുന്നു. ഞാൻ മിണ്ടാതെ അങ്ങ് നിന്നു. അവൻ കുറേ നേരം പട്ടിയെ പോലെ അവിടെ നിന്നിട്ട് അങ്ങ് പോയി. അവൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. പട്ടിയെ അടിക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. അവൻ ചൂലും കൊണ്ട് അടിയും കൊടുത്തിട്ട് പിന്നെ അതിനുശേഷം നിൽക്കണതേ നമുക്ക് കിട്ടും. പട്ടിയങ്ങ് കരഞ്ഞുകൊണ്ടോടിക്കളയില്ലേ. അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷേ അടിക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവനൊരു നമ്പർ ഇട്ട് കൊടുക്കാമായിരുന്നു.
അതൊന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ. ഇവരെ ആൾക്കാരെ നമ്മളെ കാണുമ്പോൾ ഇവരടിക്കത്തില്ല, അടിയും പറ്റിച്ചിട്ട് അവർ അങ്ങ് മാറി നിൽക്കും. അങ്ങനെ എല്ലാം ശത്രുതയിലായി. ഞാൻ പറഞ്ഞ് കാട് കയറി വേറെ പോയി. അപ്പോൾ അതിന് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നോ, വെളുപ്പാങ്കാലം ഞാൻ എഴുന്നേറ്റ് അലാറം വെച്ച് എഴുന്നേറ്റ് ഇങ്ങനെ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് പട്ടിക്കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാൻ സ്പ്രേ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് അത് ഇറങ്ങി താഴോട്ട് ഓടുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ അപ്പിയുടെ ഛർദ്ദിക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ അത് വേറെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അപ്പുറത്തെ സൈഡ് പോയിട്ട് അവിടെ ഒരു പ്രദേശത്ത് അവിടെ അത്രയും അപ്പിയിട്ട് വയ്ക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന്, അവരെന്നെ പോലെ അല്ലല്ലോ, എല്ലാവരും എന്നെ പോലെയല്ല. ഞാനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണമെങ്കിൽ മനുഷ്യനായാലും മനുഷ്യൻ അപ്പിയിടില്ല, അവർക്ക് കക്കൂസുണ്ട്, അതിലേ പോവുള്ളൂ. പക്ഷേ ഇതിനൊന്നും അറിയില്ലല്ലോ, കുഞ്ഞിന് പ്രത്യേകം അറിയില്ല. അപ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം അതെല്ലാം അവിടെ കൂട്ടി വെച്ചു. എൻ്റെ അമ്മ ഭയങ്കര മാറ്റം അതൊക്കെ അങ്ങനെ കൂട്ടി വെച്ചും കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഞായറാഴ്ച വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ അതിനെ കാണാനില്ല. അപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഈ അന്യഭാഷക്കാരെന്ന് പറയാം, കാര്യമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് ഇവിടെയുള്ള വേറെയും ചിലരൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം നേരത്തെ ഒന്നും എൻ്റെ ചാനലിൻ്റെ ഇതൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് മോൻ കൊടുത്തു. അപ്പോൾ അവർ കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ആരൊക്കെയാണ് കാണുന്നത് അങ്ങനെയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ പട്ടിക്കുഞ്ഞെവിടെ? അപ്പോൾ പറഞ്ഞാൽ രാവിലെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾ പുറകെ ഓടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങോട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുറകെ ഓടി, പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവരെ കൂടെ ഓടിയിട്ട് പിന്നെ ഇവിടെ വന്നില്ല, ഇവിടെ വന്നില്ല. അപ്പോൾ ഇവിടെ വരാതെ ഇവിടെ വേറെ ഒരു ദുഷ്ടകോമരം ഉണ്ടായിരുട്ടെ, കള്ളൻ. അവൻ അതിനെ നായപിടുത്തക്കാർ വന്നപ്പോഴത്തേക്ക് അവനെ പിടിച്ച് കൊടുത്തു. അതാണ് സംഭവം. എന്നിട്ട് അവൻ എന്നെ കണ്ടപ്പോൾ ഒരു മൂളിപ്പാട്ടും അങ്ങ് ഇട്ടു. എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട്. അതുവരെയും മൂങ്ങ വീർപ്പിച്ച് കെട്ടി വെച്ചതും പോലെ ഇരിക്കും. ഞാൻ ഇന്നലെ പിന്നെ ഞാൻ അങ്ങേരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളെ കൂടെ എവിടെയാണ് മാർക്കറ്റിൽ വന്നത്? അപ്പം ഞാൻ വിചാരിച്ചു കാര്യമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇനി അവർ കാറും കൊണ്ട് വെളിയിൽ പോയപ്പോൾ അങ്ങനെ അവരെ കൂടെ പോയതാണോ എന്നൊക്കെ. പിന്നെ എങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും അവർ മാർക്കറ്റിൽ പോയി ഇനി വഴി തെറ്റി പപ്പി അവിടെ എവിടെയും കിടക്കണോ. അങ്ങനെയാണ് ഞാനിപ്പോൾ വെളിയിലെല്ലാം പോകുമ്പോൾ ഞാൻ തേടുന്നുണ്ട് അവനെ. തേടുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും കാണണമെങ്കിൽ മിണ്ടാതെ പിന്നീട് മോനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഓട്ടോറിക്ഷയിലോ എല്ലാം കയറ്റി ഇങ്ങ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട്. കാരണം അതിന് തെരുവിൽ അവിടെ പോയി കിടക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കാൻ ഞാനുണ്ട്. ഞാനും ഇനി ഒരു 2-2.5 വർഷം ഇവിടെ കാണും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്. അനാഥമായിട്ട് തെരുവിൽ കിടന്ന് ചാവേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംശയം എന്ന് പറഞ്ഞാൽ എവളുമാർ ഈ അന്യഭാഷക്കാരെന്ന് പറഞ്ഞില്ലേ, അതിനെ വീട്ടിനകത്ത് എടുത്ത് വെച്ച് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ആ പാർട്ടീസിന് ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാനും ഞാൻ ചോദിക്കാനും അതിന് ഉത്തരം തരാനും ഒരു മടി പോലെ. ആ ആൾ അങ്ങനൊരു ഓഫീസിലൊക്കെയാണ് വർക്ക് ചെയ്യാണ്. അവനും അവളും ഒക്കെ ശത്രുവിൻ്റെ പക്ഷത്തോട്ട് കൂടി സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെക്കാട്ടിലും ഭയങ്കര സ്നേഹവും കാര്യവും. ചിലർക്കുണ്ടല്ലോ ഈ ഭർത്താവിൻ്റെ തോളിലിരിക്കുന്ന സ്റ്റാറൊക്കെ കാണുമ്പോഴത്തേക്കൊരു ഇളക്കം കയറുമല്ലോ, അതുപോലെ ആ സ്റ്റാറിൻ്റെ ഇളക്കനായിരിക്കും. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവളുമാർ മുറ്റം തൂത്തുവാരെ, ഇവിടെ വെളിയിൽ വന്ന് തൂത്തുവാരെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങ് അകത്ത് രാവിലെ കഴിച്ച് കുളിച്ച് റെഡിയാക്കി കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് ഭയങ്കര ഇതായിരിക്കും. കാര്യമെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു കുപ്പ എടുക്കുമെങ്കിൽ അവളുമാർ വിചാരിക്കണേ ഭർത്താവിൻ്റെ ഗമ അങ്ങ് പോവും. ഇപ്പം ഞാനിവിടെ താഴെ വരും, പൂച്ചേരെ കാട്ടമെല്ലാം കൊണ്ട് കളയും, അതിനെ കഴുകി വേറെ മണ്ണെല്ലാം കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ അടുത്തൊരു പുച്ഛം, എനിക്കൊരു പുച്ഛം എന്ത് കണ്ടാലും എനിക്കൊന്നും തോന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടന്നാൽ ചിലപ്പോൾ നാളെ രാവിലെ ഉണർന്ന് എണീക്കണമെന്നൊന്നുമില്ല. ഒരു ഭൂമി കുലുക്കം വന്നാൽ തന്നെ മണ്ണിൻ്റെ അടിയിലോട്ട് പോകാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കയ്യാൽ കൊല്ലപ്പെടാം, ഒരു ഇടിവെട്ടേറ്റ് മരിക്കാം, എന്തെല്ലാം സംഭവിക്കാം. അപ്പോഴേ നമുക്ക് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, എപ്പോഴും നമ്മളെ തലയുടെ മുകളിലൊരു വാള് തൂങ്ങിക്കിടക്കുന്നതായി. ആ വാള് വീണ് ഞാനിപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ നമുക്ക് ഒരഹങ്കാരവും തോന്നത്തില്ല. കാരണം ഭൂമിയിൽ അഹങ്കാരമില്ലാതെയും
പിന്നെ അത്യാഗ്രഹം ഇല്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റും. അതാണ് എൻ്റെ സ്ഥിതി. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നാലും എനിക്ക് അഹങ്കരിക്കാൻ തോന്നുന്നില്ല. കാരണം ദൈവം സഹായിച്ച് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വീടിന് വീട് എല്ലാം കടബാധ്യത ഒന്നും ഇല്ലാതെ ജീവിക്കാനുള്ള സൗഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും പിന്നെ പാവപ്പെട്ട ജീവികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നും ഇവിടെ അങ്ങനെ ഇതിനകത്ത് പാവപ്പെട്ട മനുഷ്യരൊന്നുമില്ല കേട്ടോ. എല്ലാവരും അവരവരുടേതായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഏത് പാവപ്പെട്ടവനാണ് ഭക്ഷണം കൊടുക്കാൻ ഇവിടെ? അല്ലെങ്കിൽ തന്നെ നമുക്കതിനുള്ള വരുമാനമൊന്നും ആയിട്ടില്ല. അല്ലാതെ ഞാൻ പറഞ്ഞത് നമ്മളെ കുടുംബത്തിൻ്റെ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എപ്പോഴും നമ്മൾ നാളെ മരണപ്പെടാമെന്ന് വിചാരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അഹങ്കരിക്കാതെ ജീവിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വയ്ക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഞാനിന്ന് പറഞ്ഞതിൽ വെച്ച് ഒരു വാക്കെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ സ്ട്രേ ഡോഗ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതിനൊക്കെ ഇച്ചിരി ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റേത് പോക്ക് കണ്ടിട്ടൊന്നും നല്ല വരുമാനമൊന്നും അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഒരു ചെറിയ രീതിയിൽ കിട്ടിയാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നല്ല രീതിയിൽ വീട്ടുകാരെ സപ്പോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ മനുഷ്യനും ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോഴേ ഫ്രണ്ട്സ് ബൈ, ഞാൻ പോവുകയാണേ.